ഇതൊന്നും പിന്നെ വലിയ ആനക്കാരുമല്ലോ. ഓക്കെ, ഈ പറയുന്ന കംപ്ലീറ്റ് സിസ്റ്റം ക്ലീൻ ചെയ്യണ വലിയ ആനക്കാരുമല്ലോ. ഓക്കെ, നശിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി, നമ്മുടെ ആരോഗ്യം നശിച്ച്, നമുക്കൊരു കുഞ്ഞു പോലും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സെമൺ പോലും നശിപ്പിച്ച്, നമുക്ക് പ്രാണവായു വിഷം, അതോടൊപ്പം നമ്മൾ കഴിക്കുന്നത് വിഷം, നമ്മുടെ കുഞ്ഞിനെ എപ്പോൾ ആര് പീഡിപ്പിക്കുമെന്ന് നമുക്കറിയില്ല. അതോടൊപ്പം റേഡിയേഷൻ എല്ലാം അടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല്, ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതിനെക്കാട്ടിയും വലുതല്ല ഇനി വരാവുന്നു. ഓക്കെ, അതായത് സ്വന്തം അമ്മേനെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു, കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ട് പോകുന്നു, പട്ടി അല്ലെ, ഒരു നാടൻ പട്ടിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഗവൺമെന്റ്, റോഡെല്ലാം കുട്ടും കുഴിയും പൊളിഞ്ഞു വീഴുന്നു, പാലുമെല്ലാം പൊളിഞ്ഞു വീഴുന്നു, കുടിക്കുന്ന വെള്ളത്തിൽ കൊടൂരമായ വിഷം, എന്നിട്ട് ഫേക്ക് മീഡിയസ് വഴി അത് അമീബക്ക് തല വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഫേക്ക് വെള്ളം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ആ വാട്ടർ ടാങ്ക് ഒന്ന് എന്ന് പരിശോധിച്ചാൽ മതി. അഴുക്കെന്ന് വെച്ചാൽ കൊടൂരമായ അഴുക്ക് ആ ടാങ്കിൽ തന്നെ ഉണ്ടാവും. പിന്നെ പെരിയാർ, ഇതെല്ലാം കൊടൂര വിഷമാണ്. പിന്നെ ക്ലോറിൻ, ഫ്ലൂറൈഡ്, ഇതെല്ലാം വിഷം തന്നെയാണ്. ഓക്കെ, ഞാൻ ഒരു കൃഷിക്കാരനാണ്, അതോടൊപ്പം ഞാൻ ഒരു യോഗിയാണ്. ഓക്കെ, യോഗ മാസ്റ്റർ ആണ്, പിന്നെ കെമിക്കൽ എഞ്ചിനീയർ ആണ്, അതോടൊപ്പം തന്നെ 10 വർഷത്തെ എക്സ്പീരിയൻസും ഈ പറയുന്ന റിസർച്ചും കാര്യങ്ങളും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് സെന്റർ ഞങ്ങൾക്കുണ്ട്. ഓക്കെ, ഇതല്ല അലോപ്പതി അല്ല. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ദുഷിച്ചൊരു സാഹചര്യം മാറ്റണം. കാരണം മാറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ അറിയിക്കേണ്ടി വരും. അതായത് എനിക്കൊക്കെ 25 വയസ്സായിട്ടുള്ളൂ, എന്റെ ബാഹുകാശിക്കെല്ലാം 2 വയസ്സ് 1 വയസ്സായിട്ടുള്ളൂ. ഞാൻ കണ്ണി കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം അല്ലെ നരകത്തിലൂടെ കടന്നു വന്നു. അപ്പോൾ ഇത് മാറ്റുന്നത് സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് ഈ ഒരു സിസ്റ്റം മുമ്പോട്ട് പോയി നമ്മൾ നരകിനെക്കാട്ടും നല്ലതാണ് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട്. 95% ബേസുകളെ ഞാൻ കൂട്ടുന്നില്ല, 5%. ഓക്കെ, 5% ആൾക്കാർ എന്റെ അടുപ്പം വരും. അതായത് ഞാൻ തന്നെയാണല്ലോ സത്യം, ഞാൻ തന്നെയാണ് ധർമ്മവും. അതായത് ഭാവി എങ്ങനെയാവണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ് സമസ്ത സൃഷ്ടിയും തീരുമാനിച്ചേക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് അത് ഈസിലി നടക്കും. ഓക്കെ, അപ്പൊ അതിന് മുമ്പിരിക്കുന്ന ഈ പറയുന്ന എല്ലുപിടി കേസുകളായ അപ്പന്മാരും, ഈ പറയുന്ന ജഡ്ജിമാരും, ഈ പറയുന്ന അമേരിക്ക, എലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ്, ഇതെല്ലാം ജസ്റ്റ് വെറും വേംസ് ആണ്. അതായത് അതായത് അവർ ജസ്റ്റ് ഈ ഭൂമിയിൽ വന്നത് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അതായത് ഈ സമസ്ത പ്രപഞ്ചം ശുദ്ധമാവാനുള്ള ഒരു കാരണമാവണം അവര്. അപ്പൊ അതുകൊണ്ട് അവര് വന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ട് 2050, ഓക്കെ, 2050 ഒക്കെ ആകുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വർഗം ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. അതായത് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, അതായത് ക്ലോറിൻ, ഫ്ലൂറൈഡ് ഒന്നും വേണ്ട. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് എല്ലാം നല്ല രീതിയിൽ വർക്ക് ആവണം. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കില്ല. ഓക്കെ, സോൾ ഇന്റലിജൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു കാലം. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ നിയന്ത്രിക്കണം, കാരണം അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ സോൾ ഇന്റലിജൻസ് അങ്ങനെയല്ല. അപ്പൊ സോൾ ഇന്റലിജൻസ് ആണ് റിലാക്സ് സോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി ഇക്കണോം എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്താണെന്ന് അറിയണം, ഈ ശരീരം എന്താണെന്ന് അറിയണം. ഓക്കെ, പഞ്ചഭൂതങ്ങളോട് നിർമ്മിച്ചു ഈ ശരീരം. ഓക്കെ, ഭൂമി, വായു, അഗ്നി, ജലം, ആകാശം, ഇതെല്ലാം പ്യൂർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി പ്യൂർ ആവും, നമ്മുടെ മനസ്സ് പ്യൂർ ആവും. അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സമസ്ത ഭൂമിയും ശുദ്ധമാക്കും, സമസ്ത വെള്ളവും ജലവും അഗ്നിയും എല്ലാം ശുദ്ധമാക്കും. അപ്പൊ നിസ്സാരമായിട്ട് ഞങ്ങൾ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് യാതൊരുവിധ സംശയം വേണ്ട. സംശയമുള്ളവർക്ക് കാണിച്ചു തരാം, കണ്ണുകൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, മാറുന്നത്.